Namaskaram, Guruji. നമസ്കാരം. So, I am a student. I am studying in 12th standard. Even though I believe there is no God, there are some things that cannot be explained. So, what is the truth behind all that? തീർച്ചയായും മോനോ, എപ്പോഴും തന്നെ ദൈവത്തെ നമുക്കൊരിക്കലും പല ആളുകളും ഈ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് തന്നെയാണ്. എന്താണ് ദൈവം? ആ ദൈവം എന്താണ് എനിക്ക് വേണ്ടി അത് ചെയ്തു തരാഞ്ഞത്? അല്ലെ ദൈവം ഞാൻ ആഗ്രഹിച്ച ആ സ്വപ്നത്തിന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു അത് ദൈവത്തിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം ഹെൽപ്പ് ചെയ്യും, ദൈവം ഒരു ലക്കാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കേട്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൂടുതലും ദൈവം ഒരു ഇമോഷണലി നമുക്ക് സെക്യൂരിറ്റി, നമ്മുടെ ആഗ്രഹങ്ങൾ, അല്ലെ നമ്മുടെ വീടിനെ കാത്തുരക്ഷിക്കാൻ, അല്ലെ നമ്മുടെ അസുഖങ്ങൾ വരാൻ നമ്മളെ സംരക്ഷിക്കാൻ ഒരു സുപ്രീമായിട്ടുള്ളൊരു എന്താ പറയുക, അതിനൊരു പവറാണെന്നാണ് നമ്മുടെ തിങ്കിങ് വരുന്നത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസുഖം വരില്ല, ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ലക്കുണ്ടാവും, ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾ നന്നാവും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാമൂഹികപരമായുള്ള മതങ്ങളും നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു മതമില്ലാത്ത ആളാണ്. ദൈവത്തെ ഒരു മതത്തിൽ ഒതുക്കാനും പറ്റില്ല. എന്താണ് ഈ ദൈവം എന്നുള്ള പദം? നീ ഇപ്പോൾ ഗോഡെന്ന് കേട്ടില്ലേ? ഈ ഗോഡെന്നുള്ളത് നമ്മുടെ സംസ്കാരമല്ലായിരുന്നു. നമുക്കൊരിക്കലും ദൈവം എന്നുള്ള വേർഡ് ഭാരതത്തിലുണ്ടായിട്ടില്ല. നമ്മൾ വർഷിപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദേവത അല്ലെങ്കിൽ ടെക്നോളജി എന്നൊക്കെ പറയില്ലേ? ഇപ്പം നീ കണ്ടിട്ടുണ്ടാവും ചില ഇടങ്ങളിൽ സർപ്പപൂജകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ചില രീതിയിലുള്ള വർഷിപ്പ്, തെയ്യം പോലെ കണ്ടില്ലേ? തെയ്യം അങ്ങനെയൊക്കെയുള്ള അതൊക്കെ തന്നെ ഒരു എല്ലാം പ്രാണനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില എനർജീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ചില രീതിയിൽ മറ്റുള്ള മനുഷ്യന് പരിവർത്തനം ഭൗതിക തലങ്ങളിലും കൊണ്ടുവരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. അപ്പം ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാട്, നിനക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നിനക്കൊരിക്കലും ഒരു പുസ്തകത്തിൽ നിന്ന് അറിയാൻ പറ്റില്ല, എൻ്റെ വാക്കിലൂടെ നിനക്കറിയാൻ പറ്റില്ല. നിനക്കറിയണമെങ്കിൽ നീ നിൻ്റെ ഇന്നറിലേക്ക് തിരിയണം. ഔട്ടർ പോലെ തന്നെ ഒരു ഇന്നറും ഉണ്ട്. എസ്പെഷ്യലി മൈൻഡും ബോഡിയും ഇത് നിലനിർത്തുന്ന ഒരു എനർജിയുമാണ്. ഈ എനർജിക്ക് നമ്മൾ മൈൻഡും ബോഡിയും ബ്രെയിനും ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് നിലനിൽക്കുന്ന ഒരു ബോധാവസ്ഥയുണ്ട്. അതിനെയാണ് ധ്യാനം എന്നൊക്കെ പറയുന്നത്. മെഡിറ്റേഷനിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, മെഡിറ്റേഷൻ ആദ്യ സമയത്ത് തന്നെ നമ്മുടെ മൈൻഡാണ് കുറച്ച് നമ്മളായിട്ട് കവളിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ചിന്തകളുണ്ട്. നീ ഇപ്പോൾ കണ്ണടച്ചറിയാം നിൻ്റെ എത്രയോ മെമ്മറീസ്, നിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഓർമ്മകളും വരാൻ പോകുന്ന ഫ്യൂച്ചറും പിന്നെ നിന്നെ തന്നെ അലട്ടിക്കൊണ്ട് എങ്ങോട്ടേലും കൊണ്ടുവന്നിടും മൈൻഡ്, അല്ലേ? ഇതാണ് കണ്ണടച്ചാൽ സംഭവിക്കുന്നത്. പക്ഷേ നമുക്കൊരു എനർജി ഉണ്ട്, നമുക്ക് 6 ചക്രങ്ങളെന്ന് പറയും. അപ്പം നമുക്ക് താഴെ തൊട്ട് മുകളിൽ വരെ ചക്രാസ് ഉണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാവുന്ന ഒരു കോൺഷ്യസ്നെസ് നമുക്ക് തന്നെ ഉണ്ടാകും. വിവേകം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതല്ല, നിനക്കുള്ളിൽ തന്നെ അവയർനെസ് ഉണ്ടാകും. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്കത് പുറമേ നിന്ന് വർണ്ണിക്കാൻ പറ്റില്ല, നമുക്ക് അകമേ നിന്നത് അറിയുവാനേ പറ്റുള്ളൂ. ദൈവം ട്രൂ ലവ് ആണ്, അത് അവയർനെസ് ആണ്. കർമ്മത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരു അവയർനെസ് ആണ്. അതിനെയാണ് നാം കോൺഷ്യസ്നെസ് എന്നൊക്കെ വിളിക്കുന്നത്. അത് കുറച്ചുകൂടെ എത്തുമ്പോൾ അത് ഒരു പരമാനന്ദമായി തീരും, തൃപ്തി, ഫ്രീഡമാണ്. അവിടെ നോക്കിയിട്ട് അത് ദൈവമാണെന്ന് പറയുമ്പം ആ ദൈവത്തിനൊരു സ്വഭാവം ഉണ്ടെന്ന് സൃഷ്ടിക്കുന്നതാണ് മതം. ദൈവത്തിനൊരു സ്വഭാവമില്ല. ദൈവത്തിനും നിനക്കും എനിക്കും എല്ലാം ഒരൊറ്റ സെൽഫേ ഉള്ളൂ, വൺ സെൽഫ്, ഡബിൾ സെൽഫില്ല. അപ്പം നീ ചിന്തിച്ചേ, ദൈവത്തിനൊരു സ്വഭാവമില്ല. നിന്റെ സ്വഭാവമായിട്ട് ദൈവത്തെ സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ നിന്റെ അവിടെ മൈൻഡാണ് പ്ലേ ചെയ്യുന്നത്, ഭാവനയാണ്. അവിടെ ഗോഡിനെ നമ്മൾ അറിയുന്നില്ല. പക്ഷേ മനസ്സൊരു ശക്തിയാണ്, അതിനെ ഉപകരിക്കേണ്ട രീതിയിൽ ഉപകരിച്ച് അത് നമുക്കെതിരെ പ്രവർത്തിക്കും. ഇപ്പം സയൻസ് പോലും പ്രൂവ് ചെയ്യുന്നുണ്ട് എല്ലാം വൈബ്രേഷനും എല്ലാം ഫ്രീക്വൻസിയാണ്. ഇതേപോലെ തന്നെ പല വൈബ്രേഷനും പല ഫ്രീക്വൻസിയും നമ്മുടെ ലൈഫിനെ തന്നെ പല രീതിയിലും മൂവ് ചെയ്യും. പക്ഷേ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിലേക്ക് നമ്മൾ ഉയർന്നെത്തുമ്പം ദൈവത്തിനൊരു സ്വഭാവം എനിക്കൊരു സ്വഭാവമില്ല, എൻ്റെ കാഴ്ചപ്പാടല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. ഒരു ഡിവൈൻ പ്ലാനിങ് ഉണ്ട്. അത് നാം അറിയുമ്പം അവിടെ അനുഭവിക്കാനേ പറ്റുള്ളൂ, അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരപരമായോ മാനസികപരമായോ നമ്മുടെ ബന്ധങ്ങളുടെ തലത്തിലൊന്നും ബന്ധമല്ല. അത് നമ്മളെ തന്നെ മോചിപ്പിക്കുന്ന ഒരു സ്വതന്ത്രത. നീ ഇപ്പോൾ +2 പഠിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മുക്തി എന്ന് പറയുന്നൊരു അടിസ്ഥാനമുണ്ട് ലൈഫിൽ, അൾട്ടിമേറ്റ് ഓഫ് ഫ്രീഡം. ആ ഫ്രീഡം നമ്മൾ കൈവരിക്കുന്നത് ബിയോണ്ട് ദ സെൽഫിനെ അറിയുമ്പോഴാണ്, ആ സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ദൈവത്തിനൊരു ആവശ്യകതയില്ല. നമുക്ക് ദൈവവും ഞാനും ഒന്നാവുകയാണ്. ഗോഡ് വിത്തിൻ നമ്മുടെ സെൽഫിലാണത്.
അതിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ആ അനുഭൂതി നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വൈബ്രേഷൻ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അങ്ങനെ അതാണ് ഇത് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് മതമാണ്. മതം ഇല്ലാതാവുമ്പോൾ മാത്രമേ എല്ലാവരും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അറിയുള്ളൂ. നീ തന്നെ കണ്ടില്ലേ കാശ്മീരിൽ ഇപ്പം നടന്നൊരു സിറ്റുവേഷൻ, റിലീജിയൻ്റെ ഭ്രാന്ത്. ഇതൊക്കെ ആലോചിക്കുമ്പം വിഷമകരം ഉണ്ടാകുന്നുണ്ട്. മതം സൃഷ്ടിച്ചൊരു തെറ്റിദ്ധാരണയാണ്. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഇതെല്ലാം ഇവിടെ നിന്ന് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൾക്കാർ അവരുടെ ഇന്നർ സെൽഫിലേക്ക് തിരിയാൻ പറ്റുന്ന രീതിയിൽ അവരെന്നെ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ലോകം പോവും. മതമില്ലാതായാലും ഇതൊക്കെ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണകൾ മതമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്നതേ നമ്മൾ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയണമെന്നുള്ള ഒറ്റ വിദ്യയുള്ളൂ, അത് പ്രാണായാമം ചെയ്യുക, മന്ത്രം ജപിച്ചുകൊണ്ട് അതിനുള്ള ഊർജത്തെ കൈവരിക്കുക. മഹാപ്രാണശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു പ്രാണനായിരിക്കുന്ന, ഇപ്പോൾ ഉറുമ്പും എല്ലാ മൃഗങ്ങൾക്കും പ്രാണനുണ്ട്. നമുക്കന്നത് കുറച്ചുകൂടെ സ്വീകരിക്കാൻ പറ്റുന്ന ഇതിലൊരു നട്ടലുണ്ട്. ആ നട്ടലിലൂടെ സ്വീകരിച്ച ആ മഹാപ്രാണൻ്റെ അവസ്ഥ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ മാത്രമേ ദൈവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമസ്കാരം. താങ്ക് യു ഗുരുജി. നമസ്കാരം.